everyone, welcome to Super Tutor, your one-stop solution for everything related to online teaching. So, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ ടെക്നിക്കൽ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ഇന്ന് 10 best way to engage students who don't listen in class. ഓക്കെ, അപ്പം ഇത് ഓൺലൈൻ എന്നുള്ളതില്ല, ഓഫ്ലൈൻ എന്നുള്ളതില്ല, കംപ്ലീറ്റ് എല്ലാ ട്യൂട്ടേഴ്സും ടീച്ചേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. സ്റ്റുഡൻസ് ഇന്നത്തെ കാലത്ത് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് വളരെ കുറവാണ്. കാരണം ഭയങ്കര പാടാണ് സ്റ്റുഡൻറ്റിനെ ക്ലാസ്സിൽ എൻഗേജ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയാസും ഒരുപാട് അവരുടെ അറ്റൻഷൻ സ്പാനും അവരുടെ കോൺസെൻട്രേഷൻ അതൊക്കെ ഒരുപാട് രീതിയിൽ ഡൈവേർട്ട് ആവാനും ഒക്കെയുള്ള ചാൻസസ് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ കൂടുതലാണ് പഴയ കാലത്തെക്കാട്ടിലും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്തുക, പ്രത്യേകിച്ച് നമ്മളെ ടോപ്പിക്കിൽ ഒരു 10 to 15 minutes 20 minutes എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്തുക, അവർക്കിത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്, വലിയൊരു ചലഞ്ചാണ് നമ്മളെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ നമുക്ക് കൂടുതലായിട്ട് ഇൻട്രോ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണ്ട, ലെങ്തി ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു 10 ബെസ്റ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഫൈൻഡ് ഔട്ട് വൈ ദേ നോട്ട് ലിസൺ. സോ സ്റ്റുഡൻസ് എപ്പോഴും ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലെ, എന്തുകൊണ്ടാണ് അവർ ലിസൺ ചെയ്യാത്തത്. നമ്മളെ ക്ലാസ് ഇപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഏത് ക്ലാസ്സും ആയിക്കോട്ടെ, ബട്ട് അവര് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് പേര് ലിസൺ ചെയ്യും, കുറച്ച് പേര് ലിസൺ ചെയ്യില്ല. അപ്പൊ ലിസൺ ചെയ്യാത്തതിന് ഒരു കാരണം ഉണ്ടാവും അല്ലെ. ഒരു കാരണവും ഇല്ലാതെ ഒരു കുട്ടി എന്ത് ചെയ്യില്ല, ലിസൺ ആവില്ല, ഐ മീൻ നമ്മളെ ക്ലാസ്സിൽ കേൾക്കാതിരിക്കില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കില്ല. ചിലപ്പോൾ വീട്ടിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം, പാരന്റ്സിൻ്റെതോ ഫാമിലിയിലുള്ള വേറെ അങ്ങനെ എന്തെങ്കിലുമുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അതല്ല അതിനെന്തെങ്കിലും പഠന വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളതോ, അല്ലെങ്കിൽ ബേസ് ഇല്ലാത്തത് കൊണ്ട് മനസ്സിലാവാത്തതാണോന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സറൗണ്ടിങ്ങിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആണെന്നുള്ളതാണ്. അപ്പം എന്താണ് ആ സ്റ്റുഡൻറ്റിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഫാക്ടർ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഡിസ്ട്രാക്ഷൻ, ആ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കണം അല്ലെ. അപ്പം അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരെ ഒബ്സർവ് ചെയ്യുക, അവരെ സംസാരിക്കുക, അവരുമായിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും എന്തുണ്ടായിരിക്കും, അവർ നമ്മളുമായിട്ട് ഓപ്പൺ ആവും. അപ്പൊ അവർ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് അതിനൊരു റെമഡി അല്ലെ, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണ് അതിന് ലിസൺ ചെയ്യാത്തത് എന്നുള്ളത് നമ്മൾ ഒബ്സർവേഷനിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടീച്ചേഴ്സ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്ത ഒരു കാര്യം. കാരണം അതിന്റെ കോസ് കണ്ടുപിടിച്ചാൽ മാത്രമേ, എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പോഴേ ആ ടീച്ചിങ് എഫക്റ്റീവ് ആവത്തുള്ളൂ അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ കാര്യം എപ്പോഴും എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് അവർ ലിസൺ ചെയ്യാത്തത് എന്നുള്ളത് കണ്ടുപിടിക്കുക, കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. then ആ കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, നമ്മളുടെ പഠനം, നമ്മളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താക്കുക, ഇന്ററാക്റ്റീവ് ആക്കുക എന്ന് പറയുന്നത്. ഒരു സെമിനാർ രീതിയിൽ അല്ലെങ്കിൽ ഒരു ലെക്ചർ മെത്തേഡിൽ ക്ലാസ് എടുക്കാതെ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസിലൂടെ. കാരണം ചില സ്റ്റുഡൻസിന് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല, അവർക്ക് ചിലപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിരിക്കും വേണ്ടി വരിക, ഗ്രൂപ്പ് വർക്ക് ആയിരിക്കും വേണ്ടി വരിക, അല്ലെ റോൾ പ്ലേസ് ആയിരിക്കും വേണ്ടി വരിക. ചില സ്റ്റുഡൻസിന് കേട്ടാൽ ഭയങ്കരമായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് കാണുന്ന സമയത്ത് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ പിക്ചർ കിട്ടും. അങ്ങനെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ നമ്മൾ ലേണിംഗ് അല്ലെങ്കിൽ നമ്മൾ അവര് ടീച്ച് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് മെത്തേഡിലാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അവർക്ക് എന്തുണ്ടായിരിക്കും, പഠനത്തോട് കുറച്ചും കൂടെ താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗിവ് സ്റ്റുഡൻറ് എ വോയിസ്. ഓക്കെ, ഇപ്പം ഇതെന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ ചിൽഡ്രന്റെ കേസ് മാത്രമല്ല, നമ്മൾ അഡൾട്ടുകൾ ആരും ആയിക്കോട്ടെ, നമ്മൾ ഒരു മാസീവ് അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ നമ്മൾ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ ആ ഒപ്പീനിയൻ അവര് ഓക്കെ അതൊരു വാലിഡ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഓക്കെ അതിൽ ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന അതാരോ ആയിക്കോട്ടെ അവര് പറയുന്ന സമയത്ത് ഈവൻ ഒരു അഡൾട്ട് ആയിട്ടുള്ള നമുക്കാണെങ്കിലും നമുക്ക് ആ ഒരു താല്പര്യം തോന്നും അല്ലെ, ആ ഒരു
ആളോട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോട് അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്ങിനോട് ആ ഒരു ക്ലാസ്സിനോട് അല്ലെങ്കിൽ സബ്ജക്റ്റിനോട് നമുക്കൊരു താല്പര്യം തോന്നും. ക്ലിയർ? സോ അതേപോലെ തന്നെയാണ് സ്റ്റുഡൻസിന്റെ കേസിലും. അപ്പം അവരെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് വോയിസ്, അവർക്ക് പറയാം. ചില ക്ലാസ് ഒക്കെ ഉണ്ട് ഭയങ്കര വൺ മാൻ ഷോ പോലെയാണ്. കാരണം ടീച്ചർ മാത്രം ഇങ്ങനെ ലെക്ചർ മെത്തേഡിൽ ഇങ്ങനെ പറയാണ്. അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ടേക്ക് സ്റ്റുഡൻസിന് പറയാനുള്ള ഒരു അവസരം കൊടുക്കുക, ഒപ്പീനിയൻസ് ചോദിക്കുക, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ബെസ്റ്റ് മെത്തേഡ് അത് തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഇതിൽ തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഒരു സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, അവരോട് ഫസ്റ്റ് അതിന്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം നമ്മൾ അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈവൻ അത് തെറ്റാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് എന്തുണ്ടായിരിക്കും, കുറച്ചും കൂടെ ഒരു താല്പര്യം തോന്നും. ഓക്കെ, പിന്നെ ഈ ഒരു എല്ലാ സ്റ്റുഡൻസും നമ്മളെ ക്ലാസ് റൂമിൽ എന്ത് പറയില്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ്, അവർക്കൊരു സേഫ് ആയിട്ടുള്ള സ്പേസ് നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പം അത് ഗ്രാജുവലി നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ ഇന്നർ സോണിലേക്ക് ഇറങ്ങിയിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അതുപോലെ തന്നെ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവർ ഓപ്പൺ ആവും. ഓക്കെ, അപ്പം അവര് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം എന്താകും, ആൻസർ പറയും. ഇത് ഓൺലൈൻ പ്രത്യേകിച്ച് പേഴ്സണലൈസ്ഡ് ട്യൂഷൻ ഒക്കെ ആകുന്ന സമയത്ത് ചിലപ്പം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നൊരു റെസ്പോൺസും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ അതിനൊരു സ്പേസ് ആദ്യം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റുഡൻസിന് സംസാരിക്കാനുള്ള ഒരു വോയിസ് നമ്മൾ ആ ക്ലാസ് റൂമിൽ നമ്മൾ ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു ലേണിംഗ് സ്റ്റേജിൽ. ഓക്കെ, ആൻഡ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നമ്മളുടെ സൈക്കോളജിയിലൊക്കെ ഒരുപാട് തിയറീസ്, ഒരുപാട് സയന്റിസ്റ്റ് തിയറീസ് ഒക്കെ കൊണ്ടുവന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പം ഇവിടെ പറയുന്നത് ഇപ്പം നമുക്ക് എന്താണ്, ആ ഒരു എഫേർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് അവർക്കൊരു റെക്കഗ്നേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പം അത് അവർ ചിലപ്പം ഫെയിൽ ആയിന്ന് വരാം. ഇറ്റ് ഡസന്റ് മാറ്റർ, എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. ഈവൻ നമ്മളുടെ ലേണിംഗ് സ്റ്റേജിൽ നമ്മളും തെറ്റിൽ നിന്നാണ് ശരിയിലോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ബട്ട് അതിനെടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന് നമ്മൾ എന്തായാലും കാണാതിരിക്കരുത്. ഓക്കെ, ചില സ്റ്റുഡൻസിന്റെ അടുത്തത് എന്തായിരിക്കും, വൺ ടൈമിൽ തന്നെ അത് റെഡി ആയിട്ട് വരാം. ചില ആൾക്കാർ തെറ്റിന്ന് വരാം. ബട്ട് ശരിയായവരെ മാത്രം നോട്ടീസ് ചെയ്യാതെ ആ എടുത്ത എഫേർട്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റീഇൻഫോഴ്സ്മെന്റ് എന്തായാലും, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്തായാലും കൊടുക്കാം. ഓക്കെ, അപ്പം സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം ആ ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് അവരെന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആഹ് നമുക്ക് അവരും അവരുടെ ആ ഒരു പ്രോസസ്സ്, അവർ ചെയ്യാൻ എടുത്തിട്ടുള്ള ആ എഫേർട്ടിനെ ഒരു ടീച്ചർ അഭിനന്ദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും റിവാർഡ് കൊടുക്കുന്ന സമയത്ത്, റിവാർഡ് ഇൻ ദ സെൻസ് നിങ്ങൾ വലിയ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കൊരു ക്ലാപ്പോ, എല്ലാ സ്റ്റുഡൻസിനും ഒരു ക്ലാപ്പോ, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ട്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ, വൺ ടു വൺ ട്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പാരന്റ്സിനെ വിളിച്ചിട്ട് മോനോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് മോൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് എസ്പെഷ്യലി പാരന്റിനോട് പറയുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അവർക്ക് ആ പഠനത്തോടുള്ള ആ താല്പര്യം ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ ഒന്നും കൂടെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മൂവ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നോർമൽ ഒരു സ്റ്റുഡന്റ് ഒരു 30 to 40 ഒക്കെയാണ്, 25 to 30 ഒക്കെ നമുക്ക് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെക്ചർ ഒരു 45 മിനിറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു 45 to 1 hour എന്തായാലും എന്തുണ്ടായിരിക്കും, ഒരു ക്ലാസ് ലാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതിൽ കണ്ടിന്യൂസ്ലി ഒരു ചെയറിൽ അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നതിനേക്കാളും മൂവ്മെന്റ്സ്, ബ്ലഡ് ഫ്ലോ വേണം അല്ലെ. നമ്മൾ നേരെ ഇരുന്ന് നമ്മളെ ശരീരത്തിൽ ഫുൾ ബ്ലഡ് ഫ്ലോ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനർജറ്റിക് ആവത്തുള്ളൂ സ്റ്റുഡൻസ്. അപ്പൊ ഒടിഞ്ഞു കൂട്ടി നിൽക്കുന്നതും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ആ ക്ലാസ് എടുത്തു എന്നുള്ളതല്ലാതെ അതിൽ നിന്നൊരു കാര്യം സ്റ്റുഡന്റിന്റെ തലയിലോട്ടേക്ക് അല്ലെങ്കിൽ സ്റ്റുഡന്റിന് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഡെഫിനറ്റ്ലി അവർക്ക് ചെറിയ ചെറിയ ബ്രെയിൻ വർക്ക്സ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ ടാസ്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഡെഫിനറ്റ്ലി കൊടുക്കാം. ഓക്കെ, ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞ് ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മളടുത്ത് ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ജമ്പ് ചെയ്യാൻ പറയും.
അപ്പൊ അങ്ങനെയൊക്കെ പഴയ കാലത്ത് ടീച്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയാ, അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ക്ലാപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടി, അവരുടെ ബ്ലഡ് ഫ്ലോയും അവരുടെ ആ ഒരു കാര്യം, ആ ഒരു ഉറക്കമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. സോ ഡെഫിനറ്റ്ലി മൂവ്മെന്റ്സ് ആഡ് ചെയ്യാന്നുള്ളത് നമ്മളെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സും കണ്ടന്റ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അപ്പം അതില് സ്റ്റുഡന്റിനെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും സ്റ്റുഡൻസിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരെയും കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി നോക്കാം. കാരണം നമ്മളെ ബോഡി നെഗറ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സ്റ്റുഡന്റിനെ ലൈവായിട്ട് ഇരുത്തിയിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പം ആ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ കൂട്ടി ആ ഒരു എൻഗേജ്മെന്റ് ഉണ്ടാക്കുക എന്ന്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മൂവ്മെന്റ്സ്, ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്താൽ മതിയാവും. ഓക്കെ. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റിയൽ ലൈഫുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം പല ആൾക്കാരും പറയുന്നത് നമ്മൾ എന്തിനാണ് ഈ ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നത് എന്നുള്ളത്. അപ്പം എപ്പോഴും അതിന്റെ വൈ എന്നുള്ളൊരു കാര്യം, ഇത് എന്തിന് ഞാൻ പഠിക്കുന്നു, ആ ഒരു കാര്യത്തിനുള്ള ആൻസർ, ഇത് എപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്, ഇത് എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, അങ്ങനെയുള്ള ആ ഒരു വൈ എന്നുള്ള ക്വസ്റ്റ്യന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളെ ലേണിംഗ് സ്റ്റേജിൽ. ഓക്കെ. അപ്പം ആ ഒരു കാര്യം അതിൽ നിന്ന് ബിഗിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് പഠിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് ഈ ഒരു വൈ എന്നുള്ള കാര്യത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. സോ ആ ഒരു കാര്യം നോക്കുക, എന്തുകൊണ്ട്, എന്നാൽ മാത്രമേ അതിന്റെ കോഴ്സ് എന്താണ്, ഇത് ഇങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡന്റിന്റെ മൈൻഡിലോട്ടേക്ക് വരത്തുള്ളൂ. അതുപോലെ തന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾസ്, ഇതിപ്പം എല്ലാവർക്കും അറിയുന്ന, ഒരുവിധം ടീച്ചേഴ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യമാണ്. അത് മാത്തമാറ്റിക്സ് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും റിയൽ ലൈഫ് എക്സാമ്പിൾസ് എല്ലാവരും പറയുന്നുണ്ടാക്കി. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ മാത്സിൽ. അപ്പൊ അതിൽ നമുക്ക് എല്ലാവരും ടവറും ഹൈറ്റ് കണ്ടുപിടിക്കുക, മരത്തിന്റെ ഹൈറ്റ്, അതൊക്കെ റിയൽ ലൈഫ്. പക്ഷെ അത് മാത്രമല്ല, എല്ലാ പഠനത്തിന്റെ എല്ലാ കാര്യങ്ങളും തിയറീസ് എല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് ആ ഒരു റിലേഷൻ അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാവുകയും അവർക്ക് കൺസെപ്റ്റ് മറന്നു പോവാതെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പം റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് നമ്മളെ ലെസൺ കംപ്ലീറ്റ് ലെസൺ നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു പ്രോസസ്സ് എന്തായിരിക്കും, വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി. അതായത് സ്റ്റുഡൻസുമായിട്ട് നമുക്ക് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ടീച്ചേഴ്സ് സ്റ്റുഡൻസുമായിട്ടുള്ള ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. ഓക്കെ. അപ്പം കാരണം എന്താ, നമ്മളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കത്തുള്ളൂ അവര്, അല്ലെ? അല്ലാതെ നമ്മൾ വെറുതെ ഡെഡ് ആയിട്ടുള്ള ആൾക്കാരോട് പറയുന്നത് പോലെ തോന്നും. അപ്പൊ ആ ഒരു കണക്ഷനെ കുട്ടിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ തന്നെ മിസ്റ്റേക്ക് ആണല്ലോ. അപ്പൊ നമുക്ക് കഴിയുന്ന രീതിയിൽ സ്റ്റുഡൻസുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, കൈൻഡ്നെസ്സിലെ നമ്മളെ കൈൻഡ്നെസ് കാണിക്കാം, അതുപോലെ തന്നെ തമാശകൾ പറയാം, അതുപോലെ തന്നെ എമ്പതി, അങ്ങനെയുള്ള നമുക്ക് എന്താണ്, നമുക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്റ്റുഡന്റിന്റെ ട്രസ്റ്റ് വാങ്ങിക്കാനും അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഗെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ്, സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ ഒരു ടീച്ചറിന് സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ടീച്ചർ പറയുന്നത് ആ കുട്ടി കേൾക്കും. ഓക്കെ. അപ്പം ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കുക കേട്ടോ. ആൻഡ് അടുത്തത് പറയുന്നത് എന്താണ്, ചോയ്സ് ആണ്. ഓക്കെ. സ്റ്റുഡൻസിന് ചോയ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടെക്നോളജി വൈസ്ലി യൂസ് ചെയ്യുക. അപ്പൊ ടെക്നോളജി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം എല്ലാവരും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒട്ടുമിക്ക ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുമായിട്ട് കുറെയൊക്കെ അഡാപ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ടെക്നിക്കൽ ടൂൾസ് ആയിട്ടുള്ള ക്യൂസസ്, കഹൂട്ട്, നിയർ കോഡ്, അതുപോലെ തന്നെ ഒരുപാട് ഗെയിമിഫിക്കേഷനോട് കൂടിയിട്ടുള്ള, അതുപോലെ ലേണിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ടെക്നിക്കൽ ടൂൾസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളുടെ ഈ ഒരു ഇതിലോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ചോയ്സ് കൊടുക്കുക.
ഇപ്പൊ ചോയ്സ് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. ഓപ്ഷൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഇപ്പം തറയിൽ ഇരിക്കണോ അല്ലെങ്കിൽ സ്റ്റുഡൻസുമായിട്ട് ഫേസ് ചെയ്തിരിക്കണോ അല്ലെങ്കിൽ സിംഗിളി ഇരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതുപോലെ തന്നെ ഇന്നിപ്പം എലോൺ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് സ്വന്തം, ചില കുട്ടികൾക്ക് സ്വന്തം വർക്ക് ചെയ്യേണ്ടതുണ്ടായിരിക്കും, ചില കുട്ടികൾ ചിലപ്പോൾ ഗ്രൂപ്പ് ആയിട്ട് രണ്ട് മൂന്ന് പേരൊക്കെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ അവർക്ക് എപ്പോഴും ഒരു ചോയ്സ് കൊടുക്കുക. അപ്പൊ ചോയ്സ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. കാരണം അവർ അതിന്റെ എന്താണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഓണർഷിപ്പ്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതലായിട്ടും ആ ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യാനും റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് നമുക്ക് അത് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കിട്ടും സ്റ്റുഡൻസിന്റെ അടുത്ത്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു എന്ത് കൊടുക്കാൻ ചോയ്സ് ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു ലെസൺ ആണ്, തിയറി ആണ് എന്നുണ്ടെങ്കിൽ അതിനൊരു പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റോറി ഉണ്ടാക്കുക. അങ്ങനെ കുറച്ച് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുക. ആ ഓപ്ഷൻസിൽ സ്റ്റുഡന്റ് ചൂസ് ചെയ്യുന്ന ഓപ്ഷനിൽ ആ സ്റ്റുഡന്റ് കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് കുറച്ചും കൂടി ഇൻവോൾവ്ഡ് ആവും എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റിയും ഓണർഷിപ്പും എല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടെ പഠനത്തിന് എന്തായാലും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുക. സോ ദാറ്റ് സ്റ്റുഡൻസ് എന്ത് ചെയ്യട്ടെ, സെലക്ട് ചെയ്യട്ടെ, അവരുടെ ഓപ്ഷൻ എന്താണെന്നുള്ളത് അവർ സെലക്ട് ചെയ്യട്ടെ. ആൻഡ് നിങ്ങൾ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അത് ട്രസ്റ്റ് മീ, അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേ പേഷ്യന്റ് അല്ലെ. ചേഞ്ചസ് ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ പല ടീച്ചേഴ്സ് അല്ലെങ്കിൽ പല കാര്യവും ഇതാണ് സ്റ്റക്കായി പോകുന്നത്. കാരണം എന്താണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, പക്ഷെ അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യില്ല അല്ലെ. അത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുക ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിൽ ഒരു 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 എന്താണ് റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മളുടെ ജീവിതത്തിലും അതുപോലെ സ്റ്റുഡൻസിന്റെ അടുത്തൊന്നും നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത്. കാരണം സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പം ടൈം കൊടുക്കുക, നമ്മൾ പേഷ്യൻസോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ റിസൾട്ട് താനെ വരും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ചെറിയ വിൻസ് ഒക്കെ എന്ത് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റുഡൻസിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമ്മൾ റുട്ടീനിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നമുക്ക് എത്ര നെഗറ്റീവ് ഫീഡ്ബാക്ക്, എത്ര ഡിഫിക്കൽട്ടീസ്, എത്ര ചാലഞ്ചസ് ഫേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് പോലെ ആയിരിക്കില്ല, നിങ്ങൾ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലോട്ടേക്ക് വരുമ്പോഴായിരിക്കും പല ബാരിയേഴ്സ് ചലഞ്ചസ് നമുക്ക് കാണുന്നുണ്ടായിരിക്കും. ബട്ട് അതിനെല്ലാം തരണം ചെയ്ത് വൺസ് നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഐ ഹോപ്പ് എല്ലാ ടീച്ചേഴ്സും ഇതൊരു ചെറിയൊരു എന്താണ് ഇംപ്രൂവ്മെന്റ് അവരുടെ ടീച്ചിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ടീച്ചിങ് പ്രോസസ്സിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് 10 ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് പേഷ്യൻസോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക, ഡെഫിനറ്റ്ലി അതിനൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. സോ ഇതുപോലെയുള്ള ഒരുപാട് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസും അതുപോലെ തന്നെ എന്താണ് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ സൂപ്പർ ട്യൂട്ടർ എന്ന് പറഞ്ഞ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അതിനായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് എന്തെങ്കിലും സ്പെസിഫിക്കലി എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് അല്ലെങ്കിൽ ടൂൾസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചാറ്റിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്തതിൽ നന്ദി. ആൻഡ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ.